ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ച് ശുശ്രൂഷകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. എൻ്റെ പേര് ജോസ്. ഞാൻ കൂത്താട്ടുളം ഇളവകയിൽ നിന്ന് വരുന്നു. ഏതിടവക? കൂത്താട്ടുളം ഇടവക. എനിക്ക് 22 വർഷത്തിന് മേലായിട്ട് പൈൽസിൻ്റെ അസുഖമായിരുന്നു. 22 വർഷത്തിലധികമായി പൈൽസിന്റെ അസുഖം. കഴിഞ്ഞ വർഷം ഇവിടെ നടന്ന അഭിഷേകാഗ്നി ബൈബിൾ കൺവെൻഷൻ, കഴിഞ്ഞ വർഷത്തെ ഭരണജ്ഞാനം അഭിഷേകാഗ്നി കൺവെൻഷനിൽ ഈ 22 വർഷത്തെ പൈൽസ് രോഗത്തിന്റെ വേദനയോടുകൂടി ഈ ചേട്ടനോട് പ്രാർത്ഥിച്ച് അന്ന് വരുന്നതിൻ്റെ അന്ന് വൈകിട്ട് എനിക്ക് ഭയങ്കരമായ വേദനയും ബ്ലഡ് കണ്ടമാനം പോവുകയായിരുന്നു. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഇവിടെ വന്ന് എനിക്ക് ധ്യാനിക്കാനുള്ള ഇടവ് തരണമേ എന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു. വൈകുന്നേരം ആയപ്പോഴത്തേനും എനിക്ക് എൻ്റെ വേദന കുറഞ്ഞു. എനിക്കിവിടെ വരാൻ പറ്റി. ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ സ്റ്റേജിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഇപ്പോഴും ബ്ലഡ് പോകുന്ന അവസ്ഥയിലുള്ള മകൻ്റെ പൈൽസിൻ്റെ അസുഖം കർത്താവ് എടുത്ത് മാറ്റുന്നു എന്ന് അച്ഛൻ ഇവിടെ അനൗൺസ് ചെയ്തു. ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ആരാധനയും. അതിനുശേഷം എങ്ങനെയുണ്ട്? അത് കംപ്ലീറ്റ് പോയില്ലേ? അത് പോയില്ലേ? പിന്നെ അത് കംപ്ലീറ്റ് അന്ന് ഇപ്പം ഞാൻ എല്ലാ ഭക്ഷണ സാധനങ്ങളും കഴിക്കുന്നുണ്ട്. എന്ത് കഴിച്ചാലും ഒരു കുഴപ്പമില്ല. എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം, സുഖമായിട്ട്, ഒരു കുഴപ്പമില്ലാതെ നല്ല സന്തോഷമായിട്ട് ഇതാ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. ഇടത്തോട്ട് വലത്തോട്ട് നന്നായിട്ട് ആ കസേര ഇരിക്കുന്നവര് നന്നായിട്ടൊന്ന് അനങ്ങി പാടാം. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. എഴുന്നേറ്റ് നിന്ന് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും ഉത്തരമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വന്നാൽ നാം എന്തു ചെയ്യണം? കുടുംബത്തിൽ കലഹം വന്നു, ജീവിതത്തിൽ തടസ്സം വന്നു, ജോലിക്ക് തടസ്സമായി, തമ്മിൽ വഴക്കായി, ആർക്കും നീക്കാൻ പറ്റാത്ത വലിയ പ്രതികൂലങ്ങൾ വന്നു. ദൈവത്തിന്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 9-ാം തിരുലിഖിതം, ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ദൈവപുത്രൻ തന്നിട്ടുള്ള ഉറപ്പാണിത്. ഈ നിമിഷങ്ങളിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാളുകളൊക്കെയും പ്രാർത്ഥിച്ചിട്ട് ഒന്നും ലഭിക്കാതെ വേദനയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സങ്കീർത്തന വചനം ദൈവമക്കൾക്കൊരു നിർദ്ദേശം നൽകുന്നുണ്ട്. എൻ്റെ കർത്താവിന് എന്നോട് ദയ തോന്നുവോളം എൻ്റെ കണ്ണുകൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും. പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൽ ശരണീകരിക്കുക. ദൈവത്തിൽ ശരണം വെച്ച് അവിടുന്ന് ഇടപെടുന്നത് വരെ എളിമയോടെ അവിടുത്തെ കരത്തിന്റെ കീഴെ താഴ്മയോടെ നിൽക്കുക. എല്ലാ മക്കളും നല്ല സ്വരത്തിൽ പ്രാർത്ഥിക്കട്ടെ. കുടുംബം മുഴുവൻ പ്രാർത്ഥിക്കട്ടെ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഇപ്പോൾ ഇടപെടണമേ. യേശുവേ, ഈ നിമിഷങ്ങളിൽ ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന സർവ മക്കളുടെ മേലും അങ്ങയുടെ അഭിഷേകം നിറയ്ക്കണമേ. ശല്യം ചെയ്യുന്ന സർവ തിന്മകളെയും ഈ ശുശ്രൂഷ പരാജയം ആഗ്രഹിച്ച് നിലയുറപ്പിച്ചിരിക്കുന്ന എല്ലാ നാരകീയ സേനകളെയും ഇപ്പോൾ ചിതറിക്കണമേ.
കർത്താവെ ഉണർന്നെഴുന്നേൽക്കണമേ. കർത്താവേ, ഉണർന്നെഴുന്നേൽക്കണമേ. ശത്രുക്കൾ ചിതറി പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ആരാധന, ആരാധന. കർത്താവേ, ഈ കുടുംബങ്ങളുടെ മേൽ വലിയ അഭിഷേകത്തെ ചൊരിയണമേ. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളെ അവിടുന്ന് തുറക്കണമേ കർത്താവേ. ഓ, ശക്തി വ്യാപരിക്കട്ടെ, വലിയ അഭിഷേകങ്ങൾ വ്യാപരിക്കട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, കുട്ടികളിൽ ഉണർവുണ്ടാകട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, തളർന്ന ഹൃദയങ്ങൾ പുതുജീവൻ പ്രാപിക്കട്ടെ, നഷ്ടപ്പെട്ടു പോയ വിശ്വാസക്രമ വീണ്ടും നിറയട്ടെ, പ്രാർത്ഥന വരങ്ങൾ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. സർവ തിന്മകളും ഈ നിമിഷം കുടുംബങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. സർവ നിരാശകളും വിട്ടുപോകട്ടെ. സകല ഭക്തിരാഹിത്യങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ. അവിശ്വാസ പീഡകൾ വിട്ടുപോകട്ടെ. പരിശുദ്ധാത്മാവേ നിറയണമേ. കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹൃദയങ്ങളെ സ്പർശിക്കണമേ. ഓരോരുത്തരും ഉണർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. അഭിഷേകം നിറയുന്നു. രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. ക്ഷീണങ്ങൾ മാറുന്നു. ഭവനങ്ങൾ അഭിഷേകം പ്രാപിക്കുന്നു. ഓ, വർഷങ്ങളിൽ തടസ്സങ്ങൾ വിട്ടുമാറി പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ശാന്തമായ സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ഇരിക്കാം. ഇന്നും നാം ചിന്തിക്കുന്നത് ശിക്ഷാർഹമായ അവിശ്വാസം. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിലെ 12-ാം തിരുലിഖിതം. തൽഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. ആ വചനം നമുക്കൊന്ന് ഏറ്റു പറയാം. തൽഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. Praise the Lord. Praise the Lord. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2 ഗണത്തിലുള്ള ആളുകൾ ലോകത്തിലുണ്ട്. ഒന്ന്, സത്യത്തിൽ വിശ്വസിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവിക കാര്യങ്ങളിൽ ആനന്ദിക്കുന്ന ദൈവമക്കൾ. വചനം കേൾക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ദൈവിക ശുശ്രൂഷകളിൽ പങ്കുചേരുമ്പോൾ ഹൃദയം തുറന്ന് അത് സ്വീകരിച്ച് അതിൽ ആഹ്ലാദിക്കുന്നവർ, അതിൽ ആനന്ദിക്കുന്നവർ, അതിൽ അഭിമാനം കൊള്ളുന്നവർ, അതിനുവേണ്ടി ത്യാഗം എടുക്കുന്നവർ, അതിനുവേണ്ടി കണ്ണുനീരൊഴുക്കുന്നവർ, അതിനുവേണ്ടി ദാഹിക്കുന്നവർ, അതിനുവേണ്ടി കഷ്ടത സഹിക്കുന്നവർ, അതിനുവേണ്ടി പണം മുടക്കുന്നവർ, അതിനുവേണ്ടി ഒരുപാട് ക്ലേശങ്ങളും ത്യാഗങ്ങളും സഹിച്ച് ഉപവാസത്തോടും ജാഗരണത്തോടും കൂടി അധ്വാനിക്കുന്ന, സത്യത്തിൽ ആഹ്ലാദിക്കുന്ന ദൈവമക്കൾ. അങ്ങനെ ഈ ലോകത്തിൽ ധാരാളം ആളുകൾ, അസംഖ്യ ആളുകളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ തന്നെയുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്തു കണ്ടാലും വിശ്വസിക്കില്ല. എന്തു തന്നെ നേരിട്ട് ദൈവം പ്രത്യക്ഷപ്പെട്ടാൽ പോലും അപ്പോഴും അവിശ്വാസം. ഒരു 100,000 അത്ഭുതം ആ വ്യക്തിക്ക് വേണ്ടി ദൈവം നേരിട്ട് അവരുടെ മുമ്പിൽ ചെയ്തു കൊടുത്താൽ പോലും അപ്പോഴും ഹൃദയം തുറക്കുന്നില്ല. അപ്പോഴും ദൈവത്തിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കാത്ത അവസ്ഥ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും അതുപോലെ തകർന്ന അവസ്ഥയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം എളിമപ്പെടണം. ദൈവമേ, എന്റെ ഹൃദയത്തെ തുറന്ന് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി എന്റെ ഹൃദയത്തിൽ ദാഹം തരണമേ. നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ലോകത്തിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ട്. എന്തു കണ്ടാലും വിശ്വസിക്കാൻ പറ്റാത്ത വിധം ഹൃദയത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ
ഹൃദയത്തിൽ സാത്താൻ പ്രത്യേക തരത്തിൽ ദൈവരാജ്യത്തോട് ഒരു മറുതലിപ്പ് നിക്ഷേപിച്ചിട്ടുള്ള ആളുകൾ ഈ ലോകത്തിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിലെ 37-ാം തിരുലിഖിതം അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് പറഞ്ഞതിന് ശേഷം യേശു അവരിൽ നിന്ന് പോയി രഹസ്യമായി പാർത്തു. അവൻ വളരെ അടയാളങ്ങൾ അവരുടെ മുമ്പാകെ പ്രവർത്തിച്ചു, എങ്കിലും അവർ അവനിൽ വിശ്വസിച്ചില്ല. ദൈവപുത്രനായ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞ്, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ യേശുവിന്റെ ശരീരം തൊടുമ്പോൾ തന്നെ ശക്തി വ്യാപരിക്കുന്ന വിധം അത്രയ്ക്കും അത്ഭുത ശക്തി നിറഞ്ഞു നിന്ന യേശു തന്റെ അരികിൽ വന്നവരോട് ദൈവരാജ്യത്തിന്റെ ദൂത്, ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയാണ്. എന്നാൽ കേട്ടുകൊണ്ടിരുന്നവരിൽ 2 ഗണം ആളുകൾ ഉണ്ടായിരുന്നു. ഒരു കൂട്ടം ആളുകൾ ദൈവരാജ്യത്തിന്റെ ദൂത് കേൾക്കുമ്പോൾ ഹൃദയം ജ്വലിക്കുന്നു, അവരുടെ മനസ്സ് തുറക്കുന്നു, അവർ ആഹ്ലാദിക്കുന്നു, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി അവരുടെ ഹൃദയം വെമ്പൽ കൊള്ളുകയാണ്. എന്നാൽ മറ്റൊരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അവരുടെ പ്രത്യേകത? യേശു വളരെ അടയാളങ്ങൾ പ്രവർത്തിച്ചു. അവർക്ക് വിശ്വസിക്കാൻ വേണ്ടി വചനപ്രഘോഷണം നടത്തിയെന്ന് മാത്രമല്ല, വചനം നൽകിയെന്ന് മാത്രമല്ല, വിശ്വാസത്തിന് വേണ്ടി പ്രകടമായി വളരെ അടയാളങ്ങൾ യേശു അവിടെ പ്രവർത്തിച്ചു. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്, എന്നാൽ അവർ അവനിൽ വിശ്വസിച്ചില്ല. ശിക്ഷാർഹമായ അവിശ്വാസം. അവർ അവനിൽ വിശ്വസിച്ചില്ല. ശിക്ഷാർഹമായ അവിശ്വാസം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് മറ്റൊരു ഭാഗത്ത് യേശു പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിലെ 31-ാമത്തെ തിരുലിഖിതം. അവിടെ ധനവാനെ ലാസറിനെ കുറിച്ചുള്ള ഉപമ യേശു ദൈവജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ധനവാൻ ആ നരകത്തിൽ കടന്ന് പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് അബ്രാഹത്തോട് വിളിച്ചു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അബ്രാഹം എല്ലാം നിഷേധിക്കുകയാണ്. അവസാനമായി ധനവാന് അബ്രാഹത്തോട് പറയാൻ ഒരു കാര്യമുണ്ട്. ധനവാൻ പറയുകയാണ്, പിതാവായ അബ്രാഹമേ, ഒരു കാര്യം ചെയ്തു തരണം. എനിക്ക് ഭൂമിയിൽ 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് ലാസറിനെ ആ സഹോദരന്മാരുടെ അരികിലേക്ക് അയക്കണമേ. അപ്പോൾ പിതാവായ അബ്രാഹാം പറഞ്ഞു, അയ്യോ, അവിടെ അതിന് മോശയും പ്രവാചകന്മാരുണ്ടല്ലോ, അവർ പറയുന്നത് അവർ ചെയ്യട്ടെ. ഉടനെ ധനവാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ്, അയ്യോ അയ്യോ പിതാവായ അബ്രാഹാമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ ഒരാള് അങ്ങോട്ട് എഴുന്നേറ്റ് ചെന്നിട്ട് വീട്ടിലേക്ക് ചെന്നിട്ട് നേരിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ അവർ സത്യമായി വിശ്വസിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലൊരു ലോജിക്കാണ്. നമ്മുടെ കാരണവന്മാരാരെങ്കിലും മരിച്ചത് നിങ്ങൾ ഇങ്ങനെ ഭാവന കണ്ടു നോക്കിയേ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരല്ലോ, വണ്ടി അപകടത്തിൽ മരിച്ചവരോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തവരോ, അതും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു മരിച്ച ഒരാൾ കുടുംബത്തിൽ നിന്നുണ്ടെന്നിരിക്കട്ടെ, ആ വ്യക്തി ശവക്കല്ലറന്ന് എഴുന്നേറ്റ് വന്ന് വീട്ടിൽ വന്നിട്ട് നിങ്ങളോട് പറയുകയാണ്, ദേ നരകമുണ്ട്, ദേ സ്വർഗമുണ്ട്, നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം. അങ്ങനെ പറയുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു കിടലുണ്ടാവും. അതാണ് ഇവിടെ ധനവാൻ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം. ധനവാൻ പറയാണ്, പിതാവായ അബ്രാഹാമേ, അങ്ങനെയല്ല, മരിച്ച ഒരാള് തിരിച്ചു എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും. അപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് പിതാവായ അബ്രാഹാം ഒരു കാര്യം അവന് മറുപടി കൊടുക്കുകയാണ്. അതാണ് ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിലെ 31-ാം തിരുലിഖിതം. പിതാവായ അബ്രാഹാം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കൺമുമ്പിൽ മരിച്ച ഒരാൾ എഴുന്നേറ്റുന്നാലും അപ്പോഴും വിശ്വസിക്കാത്ത ചിലർ ഉണ്ടാകും എന്ന് ദൈവവചനം നമുക്ക് ബോധ്യം തരികയാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ നിസ്സാരമല്ല നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന ഈ അവിശ്വാസ പീഡ. നമ്മൾ വിചാരിക്കും നല്ലൊരു അനുഭവം വന്നാൽ, നമ്മൾ വിചാരിക്കും കുറച്ചും കൂടെ നല്ല ശക്തമായൊരു ധ്യാനം കൂടിയാൽ, നമ്മൾ വിചാരിക്കും കുറച്ചും കൂടെ എന്തെങ്കിലും നല്ല ശക്തമായ നല്ലൊരു അഭിഷേകമുള്ള ഒരാളെ കണ്ടാൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും, നമുക്ക് വിശ്വാസം ലഭിക്കുമെന്ന്. ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട അടിസ്ഥാന യാഥാർത്ഥ്യം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഇടയിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്ന സുവിശേഷ പ്രസംഗകർ, ദൈവരാജ്യ ശുശ്രൂഷകർ
നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് ആ വചനം കേട്ട് ആ പ്രാർത്ഥനകൾ കൂടി ആ ദൈവകൃപകൾ സ്വീകരിച്ച് ഹൃദയം എളിമപ്പെടുത്തി ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് വരാൻ കഴിയാതെ മറ്റെന്തെങ്കിലും കാത്തിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ജീവിതമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയാണ്, മരിച്ചവരിൽ ഒരുവൻ ഉയർത്താലും വിശ്വസിക്കാൻ പറ്റാത്ത വിധം കഠിനമായ ശിക്ഷാർഹമായ അവിശ്വാസത്തിന്റെ പീഡ ദൈവമക്കളെ പീഡിപ്പിക്കുന്നുണ്ട് എന്ന് ദൈവവചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഇതിനെക്കുറിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം. നാളെ നമ്മൾ നീട്ടിവെക്കരുത്. നമ്മുടെ ഹൃദയമായിരിക്കുന്ന ആ വളരെ ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് ഞാൻ നിങ്ങൾ ഗൗരവപ്പെടണം. പ്രിയ യുവാവേ, യുവതി, നിസ്സാരമായി ഇത് ചിന്തിക്കരുത്. നമുക്ക് നമ്മുടെ ദൈവം തന്നിരിക്കുന്ന ഈ കാലയളവിൽ കൃപയുടെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ ഹൃദയത്തെ എളിമപ്പെടുത്താനും പ്രാർത്ഥിക്കാനും നമ്മുടെ മനസ്സിനെ നന്നായിട്ട് നമ്മൾ ഒരുക്കണം. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ഇതിനെ ഗൗരവത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് സഭാമാതാവ് തന്റെ മക്കളെ വിളിച്ച് തന്റെ മക്കൾക്ക് അരുമ സുതരെ മടിയിലിരുത്തി അമ്മ പറയുന്നത് പോലെ തിരുസഭാ മാതാവ് തന്റെ മക്കളെ വിളിച്ച് ഒരു കാര്യം ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അതാണ് 678 ഖണ്ഡികയിൽ നാം വായിക്കുന്നത്. CCC 678. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? പ്രവാചകന്മാരെയും സ്നാപക യോഹന്നാനെയും പിന്തുടർന്ന് ഈശോ തന്റെ പ്രഘോഷണത്തിൽ അന്തിമ ദിവസത്തിലെ വിധിയെ പറ്റി അറിയിച്ചു. അപ്പോൾ ഓരോരുത്തന്റെയും ജീവിത വ്യാപാരങ്ങളും ഹൃദയ രഹസ്യങ്ങളും വെളിച്ചത്ത് വരും. ഇന്ന് നമ്മുടെ ഹൃദയത്തിരിക്കുന്ന കാര്യം നമ്മുടെ അപ്പൻ അറിയുന്നില്ല, നമ്മുടെ ഹൃദയത്തിരിക്കുന്ന കാര്യം നമ്മുടെ അമ്മ അറിയുന്നില്ല, നമ്മുടെ ഹൃദയത്തിരിക്കുന്ന കാര്യം നമ്മുടെ ഇടത് വലതിരിക്കുന്നവർ അറിയുന്നില്ല. എന്നാൽ നിനക്കതറിയാം, നിന്റെ ദൈവത്തിനും അതറിയാം. നിന്റെ ഹൃദയത്തിന്റെ വിശ്വാസത്തിന്റെ സ്ഥിതി, നിന്റെ ഹൃദയത്തിൽ ദൈവവചനത്തോട് തുറവിയുണ്ടോ ഇല്ലയോ, ഇത് ദൈവത്തിന് നിനക്കും അറിയാം. ദൈവ പൈതലേ, നീ നിസ്സാരമായി കണക്കാക്കരുത്. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, നിന്റെ ജീവിത വ്യാപാരങ്ങളും ഹൃദയ രഹസ്യങ്ങളും വെളിച്ചത്ത് വരുന്ന ഒരു മണിക്കൂറുണ്ട്, ഒരു നിമിഷമുണ്ട്. അന്ന് ദൈവകൃപയുടെ ദാനത്തെ നിരർത്ഥകമായി കരുതിയ ശിക്ഷാർഹമായ അവിശ്വാസം ശപിച്ചു തള്ളപ്പെടും. ദൈവകൃപയുടെ ദാനത്തെ നിരർത്ഥകമായി കരുതിയ ശിക്ഷാർഹമായ അവിശ്വാസം വെളിപ്പെടും, അതിന് ശിക്ഷ വിധിക്കപ്പെടും. അതിന്റെ പ്രത്യാഘാതം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്ന് ദൈവത്തിന്റെ വചനം ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്. ഈ പ്രബോധനം സുവിശേഷത്തിൽ എവിടെയാണ് കാണുന്നത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 20 മുതൽ 24 വരെയുള്ള തിരുലിഖിതങ്ങളിൽ നാം അത് ശ്രദ്ധിക്കുന്നുണ്ട്. യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. മക്കളെ, ഓരോ അത്ഭുതങ്ങളും എന്തിനു വേണ്ടി? മാനസാന്തരത്തിന് വേണ്ടി. ഓരോ അടയാളങ്ങളും എന്തിനു വേണ്ടി? വചനത്തിന്റെ സ്ഥിരീകരണത്തിന് വേണ്ടി. ദൈവം ഉണ്ടെന്നും ദൈവം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ വചനത്തിലൂടെ നിങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടെന്നും നിങ്ങൾ അറിയിക്കാൻ വേണ്ടി അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും ജീവിക്കുന്ന കർത്താവ് വചനത്തെ സ്ഥിരീകരിക്കുകയാണ്. ഇങ്ങനെ അടയാളങ്ങളും അത്ഭുതങ്ങൾ കണ്ടിട്ടും മാനസാന്തരപ്പെടുകയോ എളിമപ്പെടുകയോ പ്രാർത്ഥിക്കുകയോ ദൈവത്തിലേക്ക് തിരിയുകയോ ചെയ്യാത്തൊരു ജനതയെ, ചെയ്യാത്തൊരു സമൂഹത്തെ, ചെയ്യാത്തൊരു പട്ടണത്തെ യേശു അഭിസംബോധന ചെയ്യുകയാണ്. അതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 20 മുതലുള്ള തിരുലിഖിതങ്ങൾ. യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. കൊറാസീൻ, നിനക്ക് ദുരിതം. ബെത്സയിദ, നിനക്ക് ദുരിതം. നിന്നിൽ നടന്നിരുന്ന അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കുടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു. വിധി ദിനത്തിൽ ടയറിനും സീദോനും നിങ്ങളെക്കാൾ ആശ്വാസം ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 23-ാം തിരുലിഖിതത്തിൽ കർത്താവ് വെളിപ്പെടുത്തുകയാണ്, കഫർനാമേ, കഫർനാമേ, നീ സ്വർഗത്തോളം ഉയർത്തപ്പെട്ടുവെന്നോ, നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. കഫർനാമേ. ഒരുപക്ഷെ ഈ കഫർനാം എന്നത് എന്റെ നിങ്ങളുടെ പേരിന് പകരം വെച്ചിരിക്കുന്ന ഒരു വാക്കായിരിക്കാം. കഫർനാമേ, കഫർനാമേ, നീ സ്വർഗത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവോ, നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും സംഭവിച്ചിരുന്നെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കുടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു. ദൈവവചനം കേട്ട്, ദൈവത്തിന്റെ അടയാളങ്ങൾ കണ്ട്, ദൈവത്തിന്റെ ഇടപെടൽ കണ്ടിട്ട്
കരകല്ലിന് കാറ്റ് പിടിച്ച മാതിരി ഇരിക്കുന്ന ഹൃദയങ്ങളോടാണ് കർത്താവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഓരോ വചനവും, ഓരോ അടയാളങ്ങളും, ഓരോ അത്ഭുതങ്ങളും, ഓരോ താക്കീതും, ഓരോ ആഹ്വാനങ്ങളും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് നാം മരിക്കുന്നതിന് മുമ്പ് തരാനിരിക്കുന്ന അടയാളങ്ങളും താക്കീതുകളും മുന്നറിയിപ്പുകളും ആഹ്വാനങ്ങളുമാണെന്ന് തിരിച്ചറിയുന്നവൻ ഭാഗ്യവാൻ. തുടർന്ന് 24-ാം വാക്യത്തിൽ നാം വായിക്കുന്ന എങ്ങനെയാണ്? ഞാൻ നിന്നോട് പറയുന്നു, വിധി ദിനത്തിൽ സോദോമിന്റെ സ്ഥിതി നിന്റേതിനേക്കാൾ സഹനീയമായിരിക്കും. സൊദോം ഗൊമോറ പട്ടണങ്ങളോടാണ് ദൈവവചനം കേട്ടിട്ട് അതിനെ തെല്ലും ഗവനിക്കാതെ അതിനുശേഷം എഴുന്നേറ്റ് മൂടും തട്ടി തന്നിഷ്ടം പോകുന്ന, മാനസാന്തരത്തിന് വേണ്ടി ഹൃദയം തുറക്കാത്ത, അവിശ്വാസത്തിന് ശിക്ഷാർഹമായ അവിശ്വാസം പിന്തുടരുന്ന ഓരോ പൈതലിനെയും വചനം താക്കീത് ചെയ്യുന്നു. 24-ാം വചനം, ഞാൻ നിന്നോട് പറയുന്നു, വിധി ദിനത്തിൽ സോദോമിന്റെ സ്ഥിതി നിന്റെതിനേക്കാൾ സഹനീയമായിരിക്കും. ശിക്ഷാർഹമായ അവിശ്വാസം ശപിച്ചു തള്ളപ്പെടും. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വചനം കേട്ടാലും, ദൈവരാജ്യത്തിന് താക്കീതുകൾ കേട്ടാലും, അത്ഭുതങ്ങൾ കണ്ടാലും, മരിച്ചവർ കൺമുമ്പിൽ ഉയർത്താൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത വിധം ഹൃദയം കഠിനമായി പോയ ഓരവസ്ഥകളിലേക്ക് എഴുന്നള്ളി വന്ന്, എൻ്റെ ദൈവമേ എന്നെ സഹായിക്കണമേ. അവിടുന്ന് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ ഞങ്ങൾക്കായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 2 തെസ്സലോനി 2-ാം അധ്യായത്തിലെ 12-ാമത്തെ ലിഖിതം, തൽഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. ഓ യേശുവേ, ഓ എൻ്റെ ദൈവമേ, എന്തുകൊണ്ടാണ് സത്യം വെളിപ്പെടുമ്പോൾ അത് സ്വീകരിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ അത് സ്വീകരിക്കാൻ പറ്റാത്തത്? അനീതിയിൽ ആഹ്ലാദിക്കുന്ന എൻ്റെ ഹൃദയം തന്നെ കാരണം. സത്യത്തെ വിശ്വസിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എൻ്റെ ദൈവം എനിക്ക് വചനത്തിൽ വെളിപ്പെടുത്തുകയാണല്ലോ. അനീതിയിൽ ആഹ്ലാദിക്കുന്ന ഹൃദയം, പാപത്തിൽ ആഹ്ലാദിക്കുന്ന ഹൃദയം, മദ്യപാനത്തിൽ ആഹ്ലാദിക്കുന്ന ഹൃദയം, വ്യഭിചാരത്തിൽ ആഹ്ലാദിക്കുന്ന ഹൃദയം, ജഡപ്രകാരമുള്ള സ്വഭാവത്തിൽ ആഹ്ലാദിക്കുന്ന ഹൃദയം, സ്വർഗഭോഗത്തിൽ ആഹ്ലാദിക്കുന്ന ഹൃദയം, ഓ തന്നിഷ്ടത്തിൽ ആഹ്ലാദിക്കുന്ന ഹൃദയം. എൻ്റെ കർത്താവേ, അനീതിയിൽ പാപത്തിൽ ആഹ്ലാദിക്കുന്ന ആ ഒരു അന്തരീക്ഷം എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റി, വഷളത്വം മാറ്റി, നിഷേധം മാറ്റി, താൻപോരിമ മാറ്റി, തന്നിഷ്ടം മാറ്റി, നിഷേധ സ്വഭാവം മാറ്റി എൻ്റെ ഹൃദയത്തെ തെളിഞ്ഞ ഹൃദയമാക്കണമേ. 2 കരങ്ങൾ ഉയർത്തി ഈ നിമിഷം മക്കളെ ഉറക്കെ സ്തുതിക്കാം. ഒരു കൃപ തുറക്കപ്പെടട്ടെ, ഒരു അഭിഷേകം തുറക്കപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. അഭിഷേകം നിറയ്ക്കണമേ, കൃപ നിറയ്ക്കണമേ കർത്താവേ. ഹൃദയങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. ആത്മാവിനെ ഉണർത്തണമേ കർത്താവേ. സ്പർശിക്കണമേ. അന്ധകാര കോട്ടകൾ തകരട്ടെ, അന്ധകാരത്തിന് ആധിപത്യങ്ങൾ തകരട്ടെ. കൃപാവര അഭിഷേകം നിറയട്ടെ. ദൈവകൃപയെ നിരർത്ഥകമായി കരുതുന്ന ശിക്ഷാർഹമായ അവിശ്വാസം, ദുരാത്മാവ് വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. Praise the Lord. Praise the Lord. Hallelujah. Hallelujah.
ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിന്റെ സകല കാര്യങ്ങളിലും നമ്മളെ നടത്താൻ കഴിവുള്ള ദൈവത്തെ പൂർണ്ണ ഹൃദയത്തിൽ വിശ്വസിക്കാനുള്ള ഒരു അനുഗ്രഹം നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്താം. യേശുവേ, കരഞ്ഞ് നിലവിളിക്കുന്ന സമയമാണിത്. എൻ്റെ യേശു എനിക്ക് മതിയായി ഉറക്കെ വിളിക്കുന്നു. യേശുവേ, യേശുവേ, യേശുവേ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. യേശുവേ, എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ, എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നീ എന്നും മതിയായവൻ. നീ എന്നും മതിയായ